ഹായ്, SSC മലയാളിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു പഠിച്ചത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് മോഷൻ എന്നുള്ള ചാപ്റ്ററാണ്. സോ നമുക്ക് മോഷനിലേക്ക് കിടക്കാം. സോ മോഷൻ ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്താണെന്നാണ്. നിങ്ങളെല്ലാം സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ലേ സ്കേലാർ ക്വാണ്ടിറ്റീസ്. സോ സ്കേലാർ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ആൻഡ് നോ ഡയറക്ഷൻ. ഡയറക്ഷൻ വേണ്ടാത്ത മാഗ്നിറ്റ്യൂഡ് മാത്രം വേണ്ടുന്ന ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മളതിൻ്റെ അത് ഏത് ഡയറക്ഷനിലാണ് പോകുന്നത്, ലെഫ്റ്റിലോട്ടാണോ റൈറ്റിലോട്ടാണോ പോയത്, അത് പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ, ഇതൊന്നും കൺസിഡർ ചെയ്യാതെ അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂവിനെ മാത്രം എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സച്ച് ടൈപ്സ് ഓഫ് യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇപ്പോൾ സ്കേലാർ ക്വാണ്ടിറ്റീസ് എക്സാമ്പിളാണ് ഡിസ്റ്റൻസ്, സ്പീഡ്, മാസ്, വോളിയം, ടൈം എക്സെട്ര. ഇതെല്ലാം എന്തിൻ്റെ എക്സാമ്പിളാണ്? സ്കേലാർ ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിളാണ്. സോ ഈ എക്സാമ്പിൾസ് പഠിച്ച് നോക്കുമ്പോൾ മറ്റൊരു ഗുണമുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ഇപ്പോൾ ഈ അനലോജിയിലൊക്കെ വരുമ്പോഴത്തേക്ക് ഓഡ് വൺ ഔട്ടിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് റീസണിങ്ങിനകത്ത് വരും. അപ്പോൾ അങ്ങനത്തുള്ള ടൈപ്പിനകത്തൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം ഈ തന്നിരിക്കുന്ന കുറച്ച് ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ടാവും. അതിൽ സ്കേലാർ ചിലപ്പോൾ കുറേ സ്കേലാർ തന്നിട്ട് അതിൽ വെക്ടർ ആയിരിക്കും ഓഡ് വൺ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഉള്ള കേസിൽ നമുക്കിതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. സോ ഇതാണ് സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റിയാണ് എന്ത്? വെക്ടർ ക്വാണ്ടിറ്റി. അതായത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും രണ്ടും വേണ്ടുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഈ ക്വാണ്ടിറ്റീസ് ഓർത്ത് വെച്ചേക്കണം. നമ്മൾ പറയുമ്പോൾ നമ്മൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എന്നൊക്കെ പറയുന്നെങ്കിലും അതെന്താണെന്നും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതായത് വെക്ടർ ക്വാണ്ടിറ്റീസ് എപ്പോഴും ഫോളോ ചെയ്യുന്ന വെക്ടർ അഡീഷൻ എന്നുള്ളൊരു കാര്യം ഉണ്ട്. വെക്ടർ അഡീഷൻ, ആ വെക്ടർ അഡീഷൻ ഫോളോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റീസ് ആണ് എന്തെന്ന് പറയുന്നത്? വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ബോഡി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ആ ബോഡി നമുക്ക് ഒരു റിജിഡ് ബോഡിയാണെന്ന് വിചാരിക്കുക. റിജിഡ് ബോഡി, നിങ്ങളൊക്കെ ടെക്സ്റ്റൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ റിജിഡ് ബോഡി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ റിജിഡ് ബോഡി എന്ന് പറഞ്ഞാൽ മക്കളെ ഒന്നുമില്ല, നമ്മൾ എക്സ്റ്റേണലി ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഫോഴ്സിൻ്റെ ഇമ്പാക്റ്റ് മൂലം ആ ബോഡിയുടെ സൈസോ ഷേപ്പോ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തുള്ള ബോഡിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റിജിഡ് ബോഡി എന്ന് വിളിക്കുക. ഇപ്പം ഞാൻ ഇവിടുന്ന് ഒരു ഫോഴ്സ് ഒരു ടീം കൊടുത്തു, ഇവിടുന്ന് മറ്റൊരു ഫോഴ്സ് വേറൊരു ടീം കൊടുത്തു. അപ്പം ഇവിടെ ഇവരെല്ലാവരും കൂടി ചേർന്നൊരു 100 ന്യൂട്ടൺ ഫോഴ്സും ഇവിടെ എല്ലാവരും കൂടി ചേർന്ന് ഇവിടെ ഒരു 100 ന്യൂട്ടൺ ഫോഴ്സ്, രണ്ടുപേരും ഒരേ ഫോഴ്സാണ് കൊടുത്തതെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ബോഡിക്ക് എഫക്റ്റീവായിട്ട് എന്തെങ്കിലും ഒരു മോഷൻ ഉണ്ടാവും? നിങ്ങൾ ആലോചിച്ച് നോക്കെ. ഇവിടുത്തെ എഫക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം നിങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം, നിങ്ങൾ ഇവിടെ ഒരു വടംവലി മത്സരം നടക്കുന്നതായിരിക്കും. അപ്പം ആ വടംവലി മത്സരത്തിൽ ഇങ്ങോട്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് 1000 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു, ആൻഡ് ഇവിടെ എല്ലാവരും കൂടി ചേർന്നിട്ട് വീണ്ടും ഒരു 1000 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. ഈ കയറിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മോഷൻ ഉണ്ടാവും? ഇല്ല. ഇവിടെ എല്ലായിടത്തും നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. നെറ്റ് ഫോഴ്സ് ഫിസിക്കൽ എന്തായിരിക്കും? ഇവിടെ 0 ആയിരിക്കും. കാരണം ഇവിടെ ഫോഴ്സ് കൊടുക്കുന്ന രണ്ടിടത്തും 100 ന്യൂട്ടൺ ആണെങ്കിലും ഒരിടത്തുനിന്ന് കൊടുക്കുന്ന റൈറ്റ് ടു ലെഫ്റ്റ് ആയിരിക്കും. സോ അതിനെ നമ്മൾ എന്തായിട്ട് എടുക്കും? പോസിറ്റീവായിട്ട് എടുക്കും. ആൻഡ് ഇവിടുന്ന് ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കും. ഇതിനെ നമ്മൾ എന്തായിട്ട് എടുക്കും? മൈനസ് ആയിട്ട് എടുക്കും. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ, ഇത് അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ക്വാണ്ടിറ്റീസ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഡയറക്ഷനും കൂടി ചേർത്തിട്ടായിരിക്കും അതിൻ്റെ ഒരു എഫക്റ്റീവ് റിസൾട്ട് ഉണ്ടാവുക. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെയൊക്കെ എന്തെന്ന് വിളിക്കുന്നത്? വെക്ടർ അഡീഷൻ ഉണ്ട് എന്ന് വിളിക്കുന്നത്. ഇതാണ് വെക്ടർ അഡീഷൻ എന്ന് പറഞ്ഞാൽ. ഇതാണ് ബേസിക്കലി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരുമ്പോൾ ഒരു ഇത് കൊടുക്കും, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരുമ്പോൾ നമ്മൾ വേറൊരു സൈൻ കൊടുക്കും. സോ അങ്ങനെ വരുന്നതിനൊക്കെയാണ് നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ സ്കേലാർ ക്വാണ്ടിറ്റീസിനകത്ത് ഞാൻ ഇവിടെ എക്സാമ്പിളായിട്ട് തന്നിട്ടുള്ളത് ഇവിടെ കറണ്ട് എന്ന് പറയുന്നൊരു ഇതുണ്ട്, കണ്ടോ? പൊട്ടൻഷ്യൽ വേഴ്സസ് കറണ്ട്. അപ്പം നിങ്ങൾ നോക്കുക, ഈ കറണ്ടിനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കെ. അപ്പം ഞാൻ ഈ പറഞ്ഞപ്പോൾ ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട്. അപ്പോൾ അയാളുടെ ദേഹത്തേക്ക് ഇവിടുന്ന് കറണ്ട് കൊടുക്കുന്നു, ഇവിടുന്ന് കറണ്ട് കൊടുക്കുന്നു. സോ ഇങ്ങനെ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് റൈറ്റിൽ നിന്ന് വരുന്ന കറണ്ട് പ്ലസും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരുന്ന കറണ്ട് -1 കണ്ടോ? അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് ഷോക്ക് അടിക്കാതിരിക്കുമോ? ഇല്ല, ഉറപ്പായിട്ട് ഇയാൾക്ക് ഷോക്ക് അടിക്കും. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി, കറണ്ട് എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റി, അതൊരിക്കലും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ആ ഡയറക്ഷൻ എന്നുള്ളൊരു സംഭവത്തിനെ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അയാൾക്ക് എഫക്റ്റീവായിട്ട് എന്ത് കിട്ടുന്നത്? ഒരു ഷോക്ക് അവിടെ കിട്ടുന്നത്. കാരണം ഇത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടോ വന്ന് പറഞ്ഞ് ആ കറണ്ട് കുറയത്തോ കൂടത്തോ ഒന്നുമില്ല. ആ ഡയറക്ഷന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. എന്തിൻ്റെ കേസിൽ? സ്കേലാർ ക്വാണ്ടിറ്റീസിൻ്റെ കേസിൽ. അപ്പോൾ നിങ്ങൾ സ്കേലാർ ക്വാണ്ടിറ്റീസ് പഠിച്ചു വെക്കുമ്പോൾ എന്തൊക്കെ ഓർത്ത് വെക്കുക? ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഡയറക്ഷൻ സ്പെസിഫിക് അല്ല, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് അതിന് ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യം അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇതൊക്കെയാണ് സ്കേലാർ ക്വാണ്ടിറ്റീസും വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെയാണ്, വെക്ടർ ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിളാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സലറേഷൻ, ഫോഴ്സ്, വെയിറ്റ്, മൊമെൻറ്റം,
ഇലക്ട്രിക് ഫീൽഡ്, ഇമ്പൾസ്, ഗ്രാവിറ്റേഷൻ, ഇതെല്ലാം എന്താണ്, ഡയറക്ഷൻ സ്പെസിഫിക് ആണ്. അതുകൊണ്ട് ഇതിനെല്ലാം എന്തിൻ്റെ എക്സാമ്പിൾസ് കൂട്ടാം, വെക്ടർ ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് കൂട്ടാൻ പറ്റും കേട്ടോ. സോ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി നെക്സ്റ്റ് വൺ, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റ്? നമ്മൾ മോഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലെങ്ത് ഓഫ് ദി ആക്ച്വൽ പാത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഡിസ്റ്റൻസ് എന്ന് വിളിക്കുക. നിങ്ങൾ ഈ താഴത്തെ ഈ ഫിഗർ നോക്കേ, ഇവിടെ നിന്ന് ഒരാൾ എയിൽ നിന്ന് ബിയിലോട്ട് പോവുക, കണ്ടോ, എയിൽ നിന്ന് ബിയിലോട്ട് പോവുകയാണ്. എയിൽ നിന്ന് ഇയാൾ ബിയിലോട്ട് പോകുമ്പോഴത്തേക്ക് അയാൾ ഈ ഒരു വഴിയായിരിക്കും പോകുന്നത്, കണ്ടോ, ഇതായിരിക്കും പോകുന്നത്. ഇയാൾ ട്രേസ് ചെയ്ത് ഈ ടോട്ടൽ പാത്ത് എത്രയാണോ അയാൾ ട്രേസ് ചെയ്ത ടോട്ടൽ പാത്ത്, ആ ടോട്ടൽ പാത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആ ടോട്ടൽ പാത്തിൻ്റെ ആ ലെങ്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്, കണ്ടോ. ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാലോ, അയാൾ എവിടുന്നോ സ്റ്റാർട്ട് ചെയ്തോ, അയാളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും തമ്മിലുള്ള, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും തമ്മിലുള്ള എന്ത് ചെയ്യുക, ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഓർത്തോണം, ഇറ്റ്സ് എ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇനിഷ്യലും ഫൈനലും പൊസിഷൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, കൺസിഡർ ചെയ്യാറുള്ളൂ. ഇനി ഓർത്തോണം, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് മീൻസ് എങ്ങനെ എടുത്താലും അയാൾ കറങ്ങിത്തിരിഞ്ഞ് എങ്ങനെ വന്നാലും അവൻ്റെ എന്താ പറയുക, നമ്മൾ അവൻ്റെ ലെങ്ത് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. അത് എങ്ങോട്ടാ, ലെഫ്റ്റിലോട്ടാണോ റൈറ്റിലോട്ടാണോ എന്ന് പോയതൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, കൺസിഡർ ചെയ്യാറില്ല. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും ഉദാഹരണമാണ്, ഇപ്പോൾ ഒരു ബോഡി ഇതാ ഇവിടുന്ന് ഒരു സർക്കുലർ മോഷനിൽ നിൽക്കാമെന്ന് വിചാരിക്കുക. ഒരു ബോഡി എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്ത് ചെയ്യുക, എയിൽ തന്നെ വന്ന് നിന്നെന്ന് വിചാരിക്കുക. ഒരാൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ തന്നെ വന്ന് നിന്നു, ഒരു സർക്കുലർ മോഷനിലാണ് അയാൾ വന്നത്. അയാൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ എയിൽ തന്നെ വന്നെന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾ കവർ ചെയ്ത ആ ഒരു സർക്കുലർ മോഷനിൽ, അല്ലെങ്കിൽ ആ സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് 6 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫോർ ദി ടൈം ബീങ് ഞാൻ ഡിസ്റ്റൻസിനെ ഡി എന്നും ഡിസ്പ്ലേസ്മെൻറ്റിനെ എസ് എന്നും വിളിക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അയാൾ ആ സർക്കുലർ പാത്ത് ട്രേസ് ചെയ്തു അല്ലേ. അയാൾ സർക്കുലർ പാത്ത് ട്രേസ് ചെയ്യുവാണെങ്കിൽ അയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും, ഓർത്തോണം, ഇതിൻ്റെ എന്തായിരിക്കും, സർക്കംഫറൻസ് ആയ 2πr ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ സർക്കംഫറൻസ് ആയ 2πr ആയിരിക്കും. ഇനി അയാൾ ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, എവിടെ, എയിൽ തന്നെയാണ് വന്ന് നിന്നത്. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ തന്നെ വന്ന് നിന്നു. അയാളുടെ ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും എന്ത് തന്നെയാണ്, ഒരേ സ്ഥലം തന്നെയാണ്. സോ നമുക്ക് പറയാം അയാൾ ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, 0 ആണ്. എന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇയാളിതാ ഇവിടുന്ന് പകുതി വരെ ട്രാവൽ ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനായിരിക്കും കേട്ടോ, ഈ ഒരു ഡയറക്ഷനായിരിക്കും. പിന്നെ ട്രാവൽ ചെയ്യുന്നതായി ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഡയറക്ഷനായിരിക്കും. സോ ഈ ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കും, ഈ ഡയറക്ഷൻ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കും. സോ അതുകൊണ്ടാണ് ഇതിൻ്റെ എഫക്റ്റീവ്ലി ഇതിൻ്റെ എന്ത് ഡിസ്പ്ലേസ്മെൻറ്റ് 0 എന്ന് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കേസിൽ നമ്മൾ എന്ത് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ, ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. ഓക്കെ മക്കളെ. ഇനി നിങ്ങൾ നോക്കുക, ഇയാൾ ട്രാവൽ ചെയ്തത് ഇതാ ഒരു സെമി സർക്കുലർ പാത്തിലൂടെ ആണെങ്കിലോ, സെമി സർക്കുലർ പാത്ത് എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിൻ്റെ നേരെ പകുതി ഈ ഒരു പാത്തിലൂടെയാണ് ഇയാൾ ട്രാവൽ ചെയ്തെങ്കിൽ, അതാ ഇങ്ങനെയാണെങ്കിലോ, എന്ന് സ്റ്റാർട്ട് ചെയ്തതാ ഇവിടെ ബി വന്നു കണ്ടോ. ഇങ്ങനെയാണെങ്കിലോ, ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കേ, ഇയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, നേരത്തെ നമ്മൾ പറഞ്ഞ എത്ര, 2πr ആയിരുന്നു അല്ലേ, 2πr ആയിരുന്നു. ആൻഡ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി എത്രയാണ്, πr ആയിരിക്കും കണ്ടോ. ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് പറഞ്ഞാൽ 2πrൻ്റെ പകുതിയായ എത്ര ആയിരിക്കും ഇവിടെ, πr ആയിരിക്കും കണ്ടോ. ഇനി ഇദ്ദേഹം ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റോ, എത്ര ആയിരിക്കും, ഇതാ നിങ്ങൾ ഇവിടുന്ന് ഇതാ ബിയിലോട്ട് വന്നു കണ്ടോ. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ 6, ഇവിടുന്ന് അവിടം വരെ 6, എത്ര ആയിരിക്കും, r + r = 2r ആയിരിക്കും ഇയാൾ ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആവും, ഡിസ്പ്ലേസ്മെൻറ്റ് 2r ആണ്, ഡിസ്റ്റൻസ് എത്രയാണ്, πr ആണ് കണ്ടോ. ഇനി ഇയാൾ ട്രാവൽ ചെയ്തൊരു ക്വാർട്ടർ സർക്കിൾ ആണെങ്കിലും, ക്വാർട്ടർ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ എന്താണ്, സർക്കിളിൻ്റെ 1/4, അതായത് ഇതാ ഇങ്ങനെ ഇരിക്കും ക്വാർട്ടർ സർക്കിൾ. ഇതെങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നെങ്കിലും, ഇതാ അയാൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, എ എന്ന് പറയുന്നത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ബിയിൽ എവിടെ വന്നു കണ്ടോ. അപ്പോൾ ക്വാർട്ടർ സർക്കിൾ എന്ന് പറയുന്നത് ഇവിടെ 90 ഡിഗ്രി എപ്പോഴും തരും കേട്ടോ, 90 ഡിഗ്രി എപ്പോഴും ക്വാർട്ടർ സർക്കിളാണ് കേട്ടോ. അപ്പം നോക്കുക, ഇദ്ദേഹം ട്രാവൽ ചെയ്ത് എവിടെയാണ്, ഇദ്ദേഹം ട്രാവൽ ചെയ്തത് A to B ആണ്. അപ്പോൾ അദ്ദേഹം ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും, നേരത്തെ പറഞ്ഞത് 2πr/4, അതായത് πr/2 ആയിരിക്കും കേട്ടോ, πr/2 ആയിരിക്കും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇദ്ദേഹം ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, നിങ്ങൾ നോക്കുക, ഇനിഷ്യൽ പോയിന്റ് എ, ഫൈനൽ പോയിന്റ് ബി, എയും ബിയും തമ്മിൽ കണക്ട് ചെയ്ത് കണ്ടോ, എയും ബിയും തമ്മിൽ കണക്ട് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 6ഉം ഇത് 6ഉം ആണെങ്കിൽ ഇവിടെ ഓർത്തോണം, ഇവിടെ എത്ര ആയിരിക്കും,
√2r ആയിരിക്കും. അപ്പോൾ അദ്ദേഹം ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയുടെ √2r ആയിരിക്കും. ഈ 3 എക്സാമ്പിൾസും കൂടി ഓർത്ത് വെച്ച് വേണം. ഒരു കംപ്ലീറ്റ് സർക്കിൾ ആണെന്നുണ്ടെങ്കിലുള്ള കാര്യം, ഒരു സെമി സർക്കിൾ ആണെന്നുള്ള കാര്യം, ഒരു ക്വാർട്ടർ സർക്കിളിൽ നിന്ന് വരുന്ന കാര്യം. അപ്പോൾ ഇതൊന്നും ഓർത്ത് വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എപ്പോഴും ആലോചിക്കണം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡിസ്റ്റൻസിനേക്കാളും ഈക്വലോ അല്ലെങ്കിൽ കുറവോ ആയിരിക്കും. എപ്പോഴും ഡിസ്റ്റൻസ് ആയിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാളും വാല്യൂ കൂടാനോ അല്ലെങ്കിൽ ഈക്വൽ ആവാനോ സാധ്യതയുള്ളത്. കാരണം ഞാൻ പറഞ്ഞു, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു വാല്യൂ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ ചെറുതാക്കുന്ന ഒരു വാല്യൂ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ മക്കൾ, നമ്മൾ ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോഴും അല്ലാതെ നമ്മൾ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഒക്കെ ഏകദേശം ഒന്നായിട്ട് തന്നെയാണ് എടുക്കുന്നത്. കാരണം നമുക്ക് ഈ മോഷനെ സ്ട്രെയിറ്റ് ലൈൻ മാത്രമേ നമ്മളെ തിയറി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മളൊരു മീൻസ് ഒരു ബോഡി ഇപ്പം നമ്മൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനകത്തൊക്കെ A to B വരെ 270 കിലോമീറ്റർ ഡിസ്പ്ലേസ് ചെയ്തു അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നൊക്കെ പറയുന്നതും ഡിസ്പ്ലേസ്മെൻ്റ് എന്നൊക്കെ പറയുന്നതും എല്ലാം എന്ത് തന്നെയാണ്? നമ്മൾ തിയററ്റിക്കലി അതെല്ലാം സെയിം ആയിട്ട് എടുത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ തിയറി പറയുമ്പം ഇത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. സോ അത്രയാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും. പിന്നെ നിങ്ങൾ ഈ ഒരു എക്സാമ്പിളും കൂടി ഓർത്ത് വെച്ചേക്കണം കേട്ടോ. then അടുത്ത ക്വാണ്ടിറ്റിയാണ് സ്പീഡ്. അതിന് മുമ്പ് ഒറ്റ കാര്യം കൂടി മക്കളെ. ഇനി ഡിസ്റ്റൻസിൻ്റെ ആണെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആണെങ്കിലും SI യൂണിറ്റ് എന്താണ്? ഞാൻ പറയാൻ വിട്ടുപോയി. SI യൂണിറ്റ് എന്താ? ഡിസ്റ്റൻസിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? മീറ്റർ തന്നെയാണ് കേട്ടോ. ഇത് മീറ്ററാണ്. ഇതിൻ്റെ SI യൂണിറ്റ് എന്ത് തന്നെയാണ്? മീറ്റർ തന്നെയാണ്. ഇതിൻ്റെ ഡയമെൻഷണൽ ഫോമുലയോ എന്താ? L⁻1 m0 L⁻1 T⁻0 അല്ലെങ്കിൽ L⁻1 ഇതായിരിക്കും, അല്ലെങ്കിൽ L എന്നിട്ടാലും മതി. സോ ഇതായിരിക്കും ഇതിൻ്റെ ഡയമെൻഷണൽ ഫോമുല എന്നാണ്. ഇത് അല്ലെങ്കിൽ ഇത്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും എന്ത് തന്നെ ഡയമെൻഷണൽ ഫോമുല എന്ത് തന്നെയാണ്? ml m0 L_t. ഇത് ഒന്നുകിൽ L⁻1 അല്ലെങ്കിൽ L എന്നിട്ടാലും മതി. രണ്ടും എന്ത് തന്നെയാണ്? സെയിം തന്നെ കേട്ടോ. ഇതാണ് ഇതിൻ്റെ SI യൂണിറ്റും അതിൻ്റെ ഡയമെൻഷണൽ ഫോമുലയും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, സ്പീഡ് ആൻഡ് വെലോസിറ്റി. സ്പീഡും വെലോസിറ്റി. അപ്പോൾ സ്പീഡ് ആൻഡ് വെലോസിറ്റി. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം, അല്ലെങ്കിൽ ഇതിനെ പറയുന്നത് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ട്രാവൽഡ് പെർ യൂണിറ്റ് ടൈം. ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സ്പീഡ് എന്ന് വിളിക്കുക. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽഡ് പെർ യൂണിറ്റ് ടൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത് എന്ന് മക്കളെ? വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്താ രണ്ടായിട്ട് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തോണം. എന്താ പറയുക? സ്പീഡ് എന്ന് പറഞ്ഞാൽ അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ആൻഡ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ആൻഡ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇത് എന്താണ് മക്കളെ? സ്കെയിലാർ ക്വാണ്ടിറ്റി, വെക്റ്റർ ക്വാണ്ടിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അപ്പോൾ വെലോസിറ്റി ഒരു ഡയറക്ഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. അതായത് വെലോസിറ്റി കുറയാം, നെഗറ്റീവ് ആവാം, 0 ആവാം, പോസിറ്റീവ് ആവാം. പക്ഷേ സ്പീഡ് ഒരിക്കലും നെഗറ്റീവോ പോസിറ്റീവോ ഒന്നും ആവില്ല. സ്പീഡ് എപ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി തന്നെ ആയിരിക്കും. അതാണ് ഇത് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇതിൻ്റെയും രണ്ടിൻ്റെയും യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ മക്കളെ? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും യൂണിറ്റ് എന്ത് തന്നെയാണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതിൻ്റെ ഡയമെൻഷണൽ ഫോമുല L⁻⁻1. ഇതിൻ്റെ എന്ത് തന്നെയാണ്? L⁻⁻. ഇത് ഡയമെൻഷനലി ഈ രണ്ട് സാധനം ഒരേ ക്വാണ്ടിറ്റി തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്ഷൻ സ്പെസിഫിക് ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി ആർക്ക്? സ്പീഡ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് തിയറി മാത്രമേ പഠിക്കാനുള്ളൂ. പിന്നെ ഭയങ്കര ഡെപ്തിലൊന്നും നിങ്ങൾക്ക് പഠിക്കാനൊന്നും ഇല്ല കേട്ടോ. ഇനി അടുത്ത മക്കളെ ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ബോഡിക്ക് ഇനിഷ്യലി ഒരു വെലോസിറ്റി ഉണ്ട് u, ആൻഡ് ഒരു ബോഡിക്ക് ഫൈനലി ഒരു വെലോസിറ്റി ഉണ്ട് v എന്നും വിചാരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് a എന്ന് പറയുന്നത് v-u/t, വേർ t എന്ന് പറഞ്ഞാൽ എന്താണ്? t എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ഫോർ ദി ചേഞ്ച് ഇൻ സ്പീഡാണ്. സ്പീഡ് ചേഞ്ച് ചെയ്യാൻ എടുത്ത ടൈമിനെയാണ് നമ്മൾ t എന്ന് വിളിക്കുന്നത്. ഉദാഹരണം, ഒരു കാർ സ്റ്റാർട്ട് ചെയ്തു. ആ കാർ ഇനിഷ്യലി എന്താ പറയുക, ഒരു 5 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാറാണ്. ആഫ്റ്റർ 10 സെക്കൻഡ് ആയപ്പോഴത്തേക്ക് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു 15 മീറ്റർ പെർ സെക്കൻഡ് ആയെന്ന് വിചാരിക്കും.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി ആക്സലറേഷൻ എന്ന് ചോദിച്ചാൽ എന്താണ്? ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. സോ വി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 ആണ്. യു എന്ന് പറഞ്ഞാൽ 5, ടി എന്ന് പറഞ്ഞാൽ 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 10/10, ദാറ്റ് ഈസ് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓർത്തോണം, ആക്സലറേഷൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആക്സലറേഷൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സോ ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, വി ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. അപ്പോൾ മക്കളെ, ഇനി ഇതിൻ്റെയൊക്കെ ചെറിയ പ്രോബ്ലംസ് നമുക്ക് മെയിൻസിലും അല്ലാത്തൊക്കെ ഉള്ള ലെവലിലും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് റെയിൽവേയിലൊക്കെ എക്സാമിനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു സയൻസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൂടുതലുണ്ട്. സോ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി ഞാനൊന്ന് പറയാം. അപ്പം ഈ പ്രോബ്ലത്തിനകത്ത് നമ്മളിപ്പം നമുക്ക് വി ഉണ്ട്, യു ഉണ്ട്, ദെൻ ടി ഉണ്ട്. അപ്പം ഇനി നമ്മുടെ പ്രോബ്ലത്തിൽ ചോദിക്കുകയാണ് എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് പറയാണ്. സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് പറയാണ്. ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്, അല്ലെങ്കിൽ ആ ബോഡിയുടെ ഇനിഷ്യൽ വെലോസിറ്റിയെ പറ്റി ഒന്നും പറയുന്നില്ല എങ്കിൽ, ഇപ്പോൾ കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് വെൻ ടു എ സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്നൊരു കേസ് അവിടെ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തെടുത്തോണം? യു ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞെടുത്തോണം കേട്ടോ. റെസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യുടെ വാല്യൂ 0 എടുക്കണം. ബാക്കി എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? വി മൈനസ് യു ബൈ ടി ചെയ്യുക. ഈ യുവിന് എന്ത് കൊടുക്കുക? 0 കൊടുത്താൽ മാത്രമേ നമ്മളെ പണി കഴിയും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരുന്നോണം. സ്പെഷ്യൽ കേസാണ് ഞാൻ പറഞ്ഞത്. സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡിനെ പറ്റി ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ യു ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. ഓക്കെ, ഇനി നെഗറ്റീവ് ആക്സലറേഷൻ ഈസ് നോൺ ആസ് റിട്ടാർഡേഷൻ. അപ്പം നെഗറ്റീവ് ആക്സലറേഷൻ ഈസ് നോൺ ആസ് റിട്ടാർഡേഷൻ. ഈ നെഗറ്റീവ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ആക്സലറേഷൻ്റെ വാല്യൂ 0യേക്കാളും ചെറുതെന്നല്ല. നെഗറ്റീവ് റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എവിടെ വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ വണ്ടിയിൽ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത്, നമ്മൾ വണ്ടിക്കകത്തൊക്കെ ബ്രേക്ക് പിടിക്കണം അല്ലേ? ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? വണ്ടി സ്ലോ ആവുമായിരിക്കും ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മളെ മോഷനെ തടയുന്ന എന്തെങ്കിലും ഒരു കേസ് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡീസലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാം? എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ, ക്വസ്റ്റ്യനകത്ത് ബ്രേക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ വണ്ടി സ്ലോ ഡൗൺ ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ, വണ്ടി ബ്രേക്ക് അടിക്കുന്നു, വണ്ടി സ്ലോ ഡൗൺ ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അവിടെ എല്ലാം വരുന്ന കേസ് എന്താണ്? റിട്ടാർഡേഷൻ്റെ കേസാണ് കേട്ടോ. അവിടെ എല്ലാം വരുന്നത് എന്താണ്? റിട്ടാർഡേഷനാണ്, അവിടെ ആക്സലറേഷൻ അല്ല. ഉദാഹരണം, ഒരു കാറ് എത്ര 100 മീറ്റർ പെർ സെക്കൻഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയെന്ന് ചോദിക്കുക. അത്ര സ്പീഡൊന്നും കാറിന് വരില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. 100 മീറ്റർ പെർ സെക്കൻഡിൽ മൂവ് ചെയ്യുന്നൊരു കാർ പെട്ടെന്ന് സ്ലോ ഡൗൺ ചെയ്ത് 50 മീറ്റർ പെർ സെക്കൻഡ് ആക്കി. അതിനെടുത്ത ടൈം 10 സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ 100 മീറ്റർ പെർ സെക്കൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാർ അത് എത്രയിലേക്കായി? 50 മീറ്റർ പെർ സെക്കൻഡിലേക്കായി അല്ലേ? അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഏതാണ്? 100 ആദ്യം പറയുന്ന വെലോസിറ്റി, അല്ലെങ്കിൽ ആദ്യത്തെ വെലോസിറ്റി ആണ് എന്തെന്ന് പറയുന്നത്? ഇനീഷ്യൽ വെലോസിറ്റി. രണ്ടാമത്തെ വെലോസിറ്റി ആണ് എന്തെന്ന് പറയുന്നത്? ഫൈനൽ വെലോസിറ്റി. ഇപ്പോൾ ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഏതാണ്? 50 ആണ്. ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആക്സലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? എ ഇസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എത്ര? 50 മൈനസ് യു എത്ര? 100 ബൈ ടി. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ടിയുടെ വാല്യൂ, സോറി, ഇവിടെ ടിയുടെ വാല്യൂ 50 മൈനസ് 100 ബൈ ടിയുടെ വാല്യൂ എത്രയാണ്? 10. കണ്ടോ, ഇത് എത്ര വരും? -50/10, ദാറ്റ് ഈസ് -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ എന്താണ് മൈനസ് വന്നത്? മൈനസ് വരാൻ കാരണം ഇവിടെ എന്ത് ചെയ്യാണ്? സ്പീഡ് കുറയുകയാണ് ചെയ്യുന്നത്. സ്പീഡ് കുറയുമ്പോൾ എന്ത് ചെയ്യും? ആക്സലറേഷൻ നെഗറ്റീവ് എന്ന് പറയും. അപ്പോൾ ഈ മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ സെക്കൻഡിലും 5 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് ഇതിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും? കുറഞ്ഞു വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ആദ്യത്തെ സെക്കൻഡിൽ 100 കുറഞ്ഞ് എത്ര ആവും? 95 ആവും. അടുത്ത സെക്കൻഡിൽ എത്ര ആവും? 90 ആവും. പിന്നെ അടുത്ത സെക്കൻഡിൽ എത്ര? 80 ആവും. സോറി 85 ആവും. പിന്നെ 80 ആവും. 75 ആവും. 70 ആവും. 65 ആവും. 60 ആവും. 55 ആവും. 50 ആവും. അങ്ങനെ 10 സെക്കൻഡ് കഴിയുമ്പോൾ എത്ര ആവും? 50. അതായത് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും 5 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ വെലോസിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞു വരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പം ഈ പറയുന്ന കേസിൽ ഇതിൽ ഒരു കേസുണ്ട്. ഇവിടുത്തെ ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ നിൽക്കുക. അപ്പോൾ ഉദാഹരണം, ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒരു 100 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ പോകുന്ന 100 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ പോകുമെന്ന് വിചാരിക്കുക. ആ വണ്ടിയിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് വണ്ടി സ്റ്റോപ്പ് ചെയ്തു എന്ന് പറയാം. വണ്ടി ബ്രേക്ക് ചെയ്തു, വണ്ടി സ്റ്റോപ്പ് ആക്കി എന്ന് പറയാം. അപ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കും, സ്റ്റോപ്പ് ചെയ്യുന്നൊരു വണ്ടിക്ക് എന്തില്ല? സ്പീഡില്ല. സ്റ്റോപ്പ് ചെയ്യുന്നൊരു വണ്ടിയുടെ സ്പീഡ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എടുത്ത ടൈം എന്ന് പറഞ്ഞാൽ ഒരു 25 സെക്കൻഡ്സ് ആണെന്ന് വിചാരിക്കുക.
അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് റിട്ടാർഡേഷൻ പ്രൊവൈഡഡ് ബൈ ദി ബ്രേക്സ്? ആ ബ്രേക്ക് കൊടുത്ത റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ആ ബ്രേക്ക് ചെയ്ത ആക്സിലറേഷൻ എത്ര ആണെന്ന് ചോദിക്കുക. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ആ വി മൈനസ് യു ബൈ ടി എടുക്കുക. ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ വി എത്ര ആവും? 0 ആണ്. യു എത്ര ആണ്? 100 ആണ്. ടി എത്ര ആണ്? 25. സോ എത്ര ആയിരിക്കും? -4 m/s² ആയിരിക്കും ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് ആക്സിലറേഷൻ്റെ വാല്യൂ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ്റെ. അപ്പോൾ നമ്മളിത് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദി ആക്സിലറേഷൻ എന്ന് വെച്ചാൽ ഓപ്ഷൻ എ 4 m/s², ഓപ്ഷൻ ബി -4 m/s². നിങ്ങൾ ഏതെടുക്കൂടെ? നിങ്ങൾ ഈ 4 എടുത്തു കഴിഞ്ഞാൽ അവിടെ ആൻസർ തെറ്റായിരിക്കും. -4 ആയിരിക്കും നമ്മുടെ എന്ത് ഉത്തരം? ശരി ഉത്തരം. കാരണം ആക്സിലറേഷൻ ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. കണ്ടോ, ഇപ്പം മനസ്സിലായ വെക്റ്റർ ക്വാണ്ടിറ്റി എന്തുവാന്ന്? ക്വാണ്ടിറ്റി അവന് പോസിറ്റീവും നെഗറ്റീവും ഇൻഡിക്കേറ്റ് ചെയ്താൽ അത് കൃത്യമായിട്ട് ഒരു മെസ്സേജ് നമുക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ -5 m/s² ആണ് ഒരു വണ്ടിയുടെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇംപ്ലൈസ്ഡ് ആണ് എന്ത്? ഈ പറഞ്ഞ പോലെ അവിടെ റിട്ടാർഡേഷൻ ആണെന്നുള്ള കാര്യം അവിടെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. സോ അങ്ങനെയൊക്കെയുള്ള ക്വാണ്ടിറ്റീസ് ആണ് എന്ത് പറയുന്നത്? നമുക്ക് വെക്റ്റർ ക്വാണ്ടിറ്റി. സോ അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നിങ്ങൾ കൺസെപ്റ്റുകൾ വളരെ ക്ലിയർ ആയിട്ട് ബേസിക്സ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ബുക്ക് റെഫർ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്ലാസ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് എന്താണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വേറെ പുതിയൊരു ബുക്ക് റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ടേംസ് ഒക്കെ നെഗറ്റീവ് ആണെന്ന് പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ ഇതാണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോബ്ലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. നിങ്ങൾ എടുത്ത് ചെയ്താൽ മതി കേട്ടോ. ഫൈനലി അത് സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓർത്തോണം അതിൻ്റെ ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആക്സിലറേഷൻ. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ, ഇനി ഇക്വേഷൻസ് ഓഫ് മോഷൻ. എന്തൊക്കെയാണ് മോഷൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ? ഇപ്പോൾ ഇവിടെ നോക്കാം. ആക്ച്വലി ആ ടേംസ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. യു എന്ന് പറയുന്ന ആ ബോഡിയുടെ ഇനിഷ്യൽ വെലോസിറ്റി ആണ്. യു എന്ന് പറയുന്ന ആ ബോഡിയുടെ ഇനിഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ഇനിഷ്യൽ സ്പീഡാണ്. മക്കളെ ഇവിടെ പറയുന്ന ഇക്വേഷൻസ് ഓഫ് മോഷനകത്ത് ഇവിടെ പറയുന്നതിനകത്ത് സ്പീഡ് എന്നും വെലോസിറ്റി എന്ന് പറയുന്ന എല്ലാം എന്ത് തന്നെയാണ്? ഒരേ ടേം തന്നെയാണ് കേട്ടോ. ഒരേ കാര്യം തന്നെയാണ് സ്പീഡ് കൊണ്ടും വെലോസിറ്റി കൊണ്ടും ഉദ്ദേശിക്കുന്നത്. അപ്പം വി എന്ന് പറയുന്ന ഇനിഷ്യൽ വെലോസിറ്റി, യു എന്ന് പറയുന്ന ഇനിഷ്യൽ വെലോസിറ്റി, വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി. ഇനി അടുത്ത ടി എന്തോടെ? ടൈമാണ്. നമുക്കറിയാം ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്. then അടുത്ത് വരുന്ന എസ് എന്ന് പറഞ്ഞാൽ ഓർത്തോണം ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഡിസ്റ്റൻസിനെയോ ഡിസ്പ്ലേസ്മെന്റ് ഏതാണെങ്കിലും ഇതിനെ ഈ ക്വസ്റ്റ്യൻ വെച്ച് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പം നിങ്ങൾ നോക്കേണ്ടത് ആ ഒരു വലിയ പ്രോബ്ലം നിങ്ങൾക്ക് ചോദിക്കത്തില്ല, എങ്കിലും എങ്ങാനും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെ എല്ലാം സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ആ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തെടുക്കുക? യു ഇസ് ഈക്വൽ ടു 0 എന്ന് കഴിയും. ഓക്കെ, ആൻഡ് ഇനി ആ ബോഡി ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് സംതിങ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് സഡൻലി സ്റ്റോപ്സ് എന്ന് പറഞ്ഞാൽ ഓർത്തോണം സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വി എന്തായിട്ട് എടുക്കുക? 0 ആയിട്ട് എടുക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇക്വേഷൻ അതിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ടേംസ് ഒക്കെ മനസ്സിലായല്ലോ. വി, യു, ടി, എസ് ആൻഡ് എ. എ പറഞ്ഞില്ല. എ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആക്സലറേഷൻ ആണ്. ആക്സലറേഷൻ. അപ്പോൾ നമുക്ക് തരുന്ന ക്വസ്റ്റ്യനകത്ത് എന്തൊക്കെ കണ്ടന്റ് ഉണ്ടോ ആ ഉള്ള ഇക്വേഷൻ ഏതാണെന്ന് നോക്കുക. ഉദാഹരണം നമ്മൾ എന്തുകൊണ്ടാണ് ഈ 3 ഇക്വേഷൻ പഠിക്കുന്നത്? ഈ 3 ഇക്വേഷൻ വെറുതെ ഉള്ള ഇക്വേഷൻ അല്ല. ഈ 3 ഇക്വേഷൻ സ്പെസിഫിക് ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ആദ്യത്തെ ഇക്വേഷൻ നോക്കുക, വി ഇസ് ഈക്വൽ ടു യു പ്ലസ് 80 എന്നൊരു ഇക്വേഷൻ. ഈ ഇക്വേഷനകത്ത് നമുക്ക് എന്ത് തന്നിട്ടില്ല? ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടില്ല. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് തരാത്ത കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് എന്തെന്ന് പറഞ്ഞത്? വി ഇസ് ഈക്വൽ ടു യു പ്ലസ് 80 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിഷ്യലി ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ യു ഇവിടെ കാണത്തില്ല, യുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത രണ്ടാമത്തെ ഇക്വേഷൻ നിങ്ങൾ നോക്കേ. രണ്ടാമത്തെ ഇക്വേഷനകത്ത് നിങ്ങൾക്ക് എന്ത് തന്നിട്ടില്ല? ഫൈനൽ വെലോസിറ്റി തന്നിട്ടില്ല. ഫൈനൽ വെലോസിറ്റിയുടെ ആ ഒരു ടേം ഇവിടെ തന്നിട്ടില്ല, അല്ലെങ്കിൽ വി എന്ന് പറയുന്ന ഒരു ടേം ഇവിടെ തന്നിട്ടില്ല. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി കണ്ടോ. വി എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിനകത്ത് ഫൈനൽ വെലോസിറ്റിയുടെ വി എന്ന് പറയുന്ന ടേം ഇവിടെ തന്നിട്ടില്ല. അത് നിങ്ങൾ ലാസ്റ്റ് ടേം നോക്കേ. ലാസ്റ്റ് ഇക്വേഷൻ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കേ. ഈ ഇക്വേഷൻ എന്താ പ്രത്യേകത? ഈ ഇക്വേഷനകത്ത് എന്ത് തന്നിട്ടില്ല? ഇവിടെ ടൈം എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ തന്നിട്ടില്ല. കണ്ടോ, ടൈം ഇല്ല, അല്ലെങ്കിൽ ടി എന്ന് പറയുന്ന ടേം ഇവിടെ തന്നിട്ടില്ല.
അപ്പം നമുക്ക് ഏതൊക്കെയാണോ തന്നിട്ടുള്ളത് ആ തന്നിട്ടുള്ളത് വെച്ചിട്ട് നമുക്ക് എന്ത് ഈ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാം. പ്രൊവൈഡഡ് നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് ഇനിഷ്യലി ആ ബോഡി അറ്റ് റെസ്റ്റ് എന്ന് പറയുമോ, ഇനിഷ്യലി ആ ബോഡി പറ്റി ഇനീഷ്യൽ വെലോസിറ്റിയെ പറ്റി ഒന്നും പറയുന്നില്ലയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ യു എന്തായിട്ട് എടുക്കാം, 0 ആയിട്ട് എടുക്കാം. ആൻഡ് ഫൈനലി ആ ബോഡി സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെടുക്കാം, ടി ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 2 കാര്യങ്ങൾ ഓർക്കുക, ഈ 3 ഇക്വേഷൻസും പഠിച്ചു വെച്ചേക്കുക കേട്ടോ. മക്കളെ ഇനി നമുക്ക് മോഷനകത്ത് പഠിക്കാനുള്ളത് സർക്കുലർ മോഷൻ എന്നുള്ളൊരു കേസാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലോസ് ഓഫ് മോഷൻ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് വരുന്ന ഫോഴ്സുകളെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കും. തൽക്കാലം ആ മോഷൻ എന്താ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് അറിയാം എന്താണ്, ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത്, ഇറ്റ്സ് മോഷൻ ഈസ് നോൺ ആസ് സർക്കുലർ മോഷൻ. ഒരു ബോഡി ഒരു സർക്കുലർ പാത്തിലാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു സർക്കുലർ പാത്തിലാണ് ആ ബോഡി മൂവ് ചെയ്യുന്നതെങ്കിൽ ആ മോഷന് നമ്മൾ പറയുന്ന പേരെന്താണ്, ആ മോഷന് പറയുന്ന പേരാണ് സർക്കുലർ മോഷൻ അല്ലേ, സർക്കുലർ മോഷൻ എന്ന് പറയും. അപ്പോൾ ഈ ഒരു മോഷനെ നമ്മൾ സർക്കുലർ മോഷൻ്റെ എല്ലാ സർക്കുലർ മോഷൻസും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് വേണ്ടുന്ന സർക്കുലർ മോഷൻ എന്ന് പറയുന്നത് ഏതാണ്, യൂണിഫോം സർക്കുലർ മോഷനാണ്. നമുക്ക് വേണ്ടുന്ന സർക്കുലർ മോഷൻ ഈസ് യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷൻ എന്താണ്, നമുക്ക് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് നോക്കാം. യൂണിഫോം സർക്കുലർ മോഷൻ അപ്പം ഓർത്തോണം, നിങ്ങൾ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ ഓർത്തോണം അത് കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഒരു മോഷൻ, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡുള്ള മോഷനാണ് എന്ന് പറയുന്നത് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയുന്നത്. അഗെയിൻ ഞാൻ പറയുന്നത് കോൺസ്റ്റൻറ്റ് സ്പീഡാണ്, പക്ഷേ ഓർത്തോണം വേരിയിങ് വെലോസിറ്റിയാണ് ഇതിനുള്ളത്. ഓർത്തോണം കോൺസ്റ്റൻറ്റ് സ്പീഡും ആൻഡ് വേരിയിങ് വെലോസിറ്റിയാണ് ഇതിനുള്ളത്. കോൺസ്റ്റൻറ്റ് സ്പീഡും വേരിയിങ് വെലോസിറ്റിയും ഇതെങ്ങനെ സാധ്യമാവും? നിങ്ങൾ തന്നെ ആലോചിക്കേ, കോൺസ്റ്റൻറ്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരേ സ്പീഡിലല്ലേ കറങ്ങുന്നത്, പക്ഷെ പിന്നെ എങ്ങനെ വെലോസിറ്റി ചേഞ്ച് ആവും? അവിടെയാണ് നമ്മുടെ ഡയറക്ഷൻ എന്നുള്ളൊരു സംഭവം വരുന്നത്. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്, അതായത് മക്കളെ നോക്കിക്കോണം, ഒരു സർക്കുലർ മോഷൻ ഒരു ബോഡി ട്രേസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഞാനിപ്പോൾ ഒരു കല്ല് കെട്ടിയിട്ട് കറക്കുമെന്ന് വിചാരിക്കും. ഓക്കെ, ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ച് ഇതങ്ങ് ബ്രേക്ക് ആവുമെന്ന് വിചാരിക്കും. കണ്ടോ, ഈ കല്ല് ബ്രേക്ക് ആവുമെന്ന് വിചാരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ കല്ല് എന്ത് ഇങ്ങനെ കറങ്ങി പോകും? ഒരിക്കലും ഇല്ല. ഈ കല്ല് പൊട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പോകത്തുള്ളൂ, അല്ലാതെ ഈ കല്ല് ഒരിക്കലും ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ട് പോകത്തില്ല, ഒരിക്കലും പോകത്തില്ല. ഇനി സംഭവം, ഇനി ഈ കല്ല് എന്ത് ചെയ്യും, പൊട്ടിപ്പോയതാ ഇവിടുന്നാണെങ്കിലോ ഈ കല്ല് ഇങ്ങനെ പോകത്തുള്ളൂ, അല്ലാതെ ഇവിടെ ആണെങ്കിലോ ഈ കല്ല് ഇങ്ങനെ പോകത്തുള്ളൂ, ഇവിടെ ആണെങ്കിലോ ഇങ്ങനെ പോകത്തുള്ളൂ. ഓർത്തോണം, ഒരു സർക്കുലർ മോഷനിലുള്ള ഒരു ബോഡി, ആ ബോഡിയുടെ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ബോഡിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഓർത്തോണം, ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ടാൻജൻഷ്യൽ ആയിരിക്കും കേട്ടോ. ടാൻജൻഷ്യൽ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ബോഡി മൂവ് ചെയ്യുന്നത്. അപ്പോൾ ടാൻജൻഷ്യൽ ആയിരിക്കും ഇതിൻ്റെ ഓരോ സെക്കൻഡിലും ആ ബോഡി എന്ത് ചെയ്യും, ആ ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടുന്ന് വെലോസിറ്റി റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. ഇവിടെ നിന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. സോ ഇത് നെഗറ്റീവ്, ഇതെന്താണ് പോസിറ്റീവാണ്. അപ്പോൾ ഇങ്ങനെ എഫക്റ്റീവായിട്ട് നെഗറ്റീവ് പോസിറ്റീവ് ഇവിടെ എല്ലാം ചുറ്റും ഇങ്ങനെ എന്ത് ചെയ്യും, ഓരോ ഇൻസ്റ്റൻറ്റിലും ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് എന്ത് ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും. സർക്കുലർ മോഷൻ വരുമ്പോഴത്തേക്ക് ഓരോ ഇൻസ്റ്റൻറ്റിൽ ഈ സാധനം എന്ത് ചെയ്യും, ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളുടെ വെലോസിറ്റി എന്തെന്ന് പറയുന്നത്, വേരിയിങ് ആണെന്ന് പറഞ്ഞിട്ട്. വെലോസിറ്റി വേരിയിങ് എന്ന് പറയാനുള്ള കാര്യം എന്താ, ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. സോ വെലോസിറ്റി ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ട്, അവിടെ ആക്സലറേഷൻ ഉണ്ട്. കണ്ടോ, വെലോസിറ്റി ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ മക്കളെ അവിടെ എന്തുണ്ടെന്ന് അതിൻ്റെ അർത്ഥം, അവിടെ ഒരു ആക്സലറേഷൻ ഉണ്ട്. സോ എ യൂണിഫോം സർക്കുലർ മോഷൻ, ഈവൻ ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് സ്പീഡ് മോഷൻ, ബട്ട് ഇറ്റ് സ്റ്റിൽ ഹാസ് ആൻ ആക്സിലറേഷൻ. കേട്ടോ, അതിന് എന്തുണ്ട്, ആക്സിലറേഷൻ അതിനുണ്ട് കേട്ടോ. എന്ത്, കോൺസ്റ്റന്റ് സ്പീഡ് ആണെങ്കിൽ സാറിന് നമുക്ക് ആക്സിലറേഷൻ ഇല്ലെന്നാണ് നമ്മൾ പറയുന്നത്, പക്ഷേ കോൺസ്റ്റന്റ് സ്പീഡ് ആണെങ്കിലും സ്റ്റിൽ ആക്സിലറേഷൻ ഉള്ള ഒരു മോഷൻ്റെ എക്സാമ്പിളാണ് എന്ത് മക്കളെ, യൂണിഫോം സർക്കുലർ മോഷൻ. വെറും സർക്കുലർ മോഷൻ എന്ന് വെച്ചാൽ തെറ്റാണ്. യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് എ മോഷൻ ഈസ് ഹാവിങ് എ കോൺസ്റ്റന്റ് സ്പീഡ്. ഒരു കോൺസ്റ്റന്റ് സ്പീഡാണ് ഇതിനുള്ളത്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഹാസ് ആൻ ആക്സിലറേഷൻ. ഒരു കോൺസ്റ്റന്റ് സ്പീഡുള്ള മോഷനാണ്, പക്ഷേ ആ മോഷന് എന്തുണ്ട്, ആക്സിലറേഷൻ ഉണ്ട്. അങ്ങനത്തെ ഉള്ളൊരു മോഷനാണ് എന്തെന്ന് പറഞ്ഞത്, സർക്കുലർ മോഷൻ. എൻ്റെ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സർക്കുലർ മോഷനിൽ അറ്റ് ഈച്ച് പോയിന്റ്, അല്ലെങ്കിൽ ഓരോ പോയിന്റിലും, അല്ലെങ്കിൽ എന്താ പറയുക, ഓരോ ഇൻസ്റ്റൻറ്റിലും അതിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യും മക്കളെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, എന്താ ടാൻജൻഷ്യലി അത് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് അതിന് എന്ത് ചേഞ്ച് ഉണ്ടാകുന്നത്, അവിടുത്തെ
വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകുന്നത്. അങ്ങനെ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം അവിടെ എന്തുണ്ടെന്ന്, ഒരു ആക്സിലറേഷൻ ഉണ്ടെന്ന്. സോ യൂണിഫോം മോഷൻ ഈസ് എ കോൺസ്റ്റന്റ് മോഷൻ ബട്ട് സ്റ്റിൽ ഇറ്റ് ഹാസ് ആൻ ആക്സിലേഷൻ. നമ്മുടെ ഒരു ആക്സിലേഷൻ ഉണ്ട്. അപ്പോൾ ആക്സിലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഫോഴ്സും വരും കേട്ടോ. ആക്സിലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ആ ഒരു സർക്കുലർ മോഷനകത്ത് എന്ത് വരും, അവിടെ ഒരു ഫോഴ്സും കൂടി ഇൻവോൾവ് ചെയ്യും. ആ ഫോഴ്സിനെ പറ്റി നമ്മൾ ഫോഴ്സും ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററിലൊക്കെ വരുമ്പോഴത്തേക്ക് ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളതൊക്കെ പഠിക്കും. സോ ഇത്രയാണ് നമുക്ക് മോഷനകത്ത് പഠിക്കാനുള്ളത്. കുറേ പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ പോയിന്റ്സ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഓരോ മോഷൻ്റെയും ഈ ഒരു സർക്കുലർ മോഷൻ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ യൂണിഫോം സർക്കുലർ മോഷൻ എന്തുകൊണ്ടാണ് നമ്മളൊരു ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ബേസിക്കലി മനസ്സിലാക്കുക. ബേസ് സ്ട്രോങ് ആയിട്ടിരിക്കുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് വരുന്ന ടോപ്പിക്കെല്ലാം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഈ ഫിസിക്സൊക്കെ ജസ്റ്റ് ഇങ്ങനെ കാണാൻ പഠിച്ചു പോകാതെ കൺസെപ്റ്റുകൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഏത് ലെവലിൽ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കോട് കാണാം. സോ എല്ലാവരും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, സ്ക്രീൻഷോട്ട് എടുക്കേണ്ടതൊക്കെ എടുത്ത് വെച്ചേക്കുക. ഡൗട്ടുള്ള ഭാഗങ്ങൾ ഒന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, റിമൈൻഡ് ചെയ്തിട്ട് കണ്ടു നോക്കുക. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ താങ്ക് യു സോ മച്ച്.